ഹായ് ഫ്രണ്ട്സ്, യാഷിക ടാരോവേഡിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്, നമുക്ക് പലർക്കും പല ആഗ്രഹങ്ങളുണ്ട്. ഈ ആഗ്രഹങ്ങൾ നടക്കുമോ, അല്ലെങ്കിൽ ഈ ആഗ്രഹങ്ങൾ എപ്പോൾ നടക്കും എന്നുള്ളതാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് സ്പ്രെഡുകൾ കിട്ടിയിട്ടുണ്ട്. ഫസ്റ്റ് കിട്ടിയിരിക്കുന്നത് ചാരിയറ്റാണ്. പിന്നെ നമുക്ക് ഹാങ്ഡ് മാൻ കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് അടുത്തതായിട്ട് കിട്ടിയിരിക്കുന്നത് 5 ഓഫ് പെൻറ്റക്കിൾസ്, 2 ഓഫ് കപ്സ്, ദ ടവർ. ഇത്രയാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന സ്പ്രെഡുകൾ. ഇനി ഈ സ്പ്രെഡുകൾ എന്തൊക്കെയാണ് പറയുന്നതെന്ന് നമുക്ക് നോക്കിയാലോ. ആദ്യം തന്നെ നമുക്ക് ചാരിയറ്റാണ്. ചാരിയറ്റ് പറയുന്നു, ഇത് ഫാസ്റ്റ് മൂവ്മെൻറ്റ് കാർഡാണ്. ഡിലേ കഴിഞ്ഞു, സഡൻ പ്രോഗ്രസ് വരും, ഡിസിഷൻ എടുക്കുന്ന സമയം അടുത്തു എന്നാണ് ചാരിയറ്റ് പറയുന്നത്. ഇപ്പം നിങ്ങൾക്ക് കുറച്ച് ഡിലേ ഒക്കെ വന്നു, കാര്യങ്ങൾ നടക്കാതിരുന്നു, ഒരു എന്താ പറയുക, ലാഗ് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഡിസിഷൻ എടുക്കാനുള്ള ഫാസ്റ്റ് മൂവ്മെൻ്റ് ആയിട്ടുള്ളൊരു സമയമാണെന്നാണ് ചാരിയറ്റ് പറയുന്നത്. അടുത്ത് വന്നിരിക്കുന്നത് ഹാങ്ഡ് മാനാണ്. പക്ഷേ ഇപ്പോൾ ഒരു സ്റ്റക്ക് ഫേസ് ഉണ്ട്. നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന പോലെ ഒരു ഫീലിംഗ് ആണ് ഇപ്പോൾ കാണുന്നത്. യൂണിവേഴ്സ് പറയുന്നത് റൈറ്റ് ടൈം വരെ ഹോൾഡ് ചെയ്യാനാണ് പറയുന്നത്. അത് പെർഫെക്റ്റ് ടൈം വരെ നിങ്ങളത് ഹോൾഡ് ചെയ്യാൻ വേണ്ടി യൂണിവേഴ്സ് പറയുന്നു. പിന്നെ നമുക്ക് കിട്ടിയിരിക്കുന്നത് 5 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഫിനാൻഷ്യൽ അല്ലെങ്കിൽ ഇമോഷണൽ സ്ട്രഗിൾ ഫേസ് ഇപ്പോൾ ഉണ്ടായിരിക്കും. ഇതുകൊണ്ട് തന്നെ ഡിലേ വരുന്നു എന്നാണ് പറയുന്നത്. ഫിനാൻഷ്യലി അല്ലെങ്കിൽ ഇമോഷണലി ഒരു സ്ട്രഗിൾ ഫേസിൽ നിങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടാവും. അതുകൊണ്ടാണ് ഒരു ഡിലേ വരുന്നതെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. പിന്നെ നോക്കൂ, ഇവിടെ നമുക്ക് 2 ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. ഇതൊരു സ്ട്രോങ് യൂണിയൻ കാർഡാണ്. റിലേഷൻഷിപ്പ്, പാർട്ട്ണർഷിപ്പ് റിലേറ്റഡ് ആഗ്രഹമാണെങ്കിൽ മ്യൂച്വൽ എഗ്രിമെൻറ്റ് ഉണ്ടാകുമെന്നാണ് ഈ 2 ഓഫ് കപ്സ് പറയുന്നത്. നിങ്ങളൊരു റിലേഷൻഷിപ്പിലാണെങ്കിൽ നിങ്ങൾക്കൊരു മ്യൂച്വൽ എന്താ പറയുക, ഒരു എഗ്രിമെൻ്റ് പോലെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേപോലെ തന്നെ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ കിട്ടുമെന്നാണ് 2 ഓഫ് കപ്സ് പറയുന്നത്. അടുത്തത് നമുക്ക് കിട്ടിയിരിക്കുന്നത് ടവറാണ്. സഡൻ അൺഎക്സ്പെക്റ്റഡ് ചേഞ്ചാണ് വരാൻ പോകുന്നത്. ഇതാണ് മെയിൻ ടൈമിംഗ് ക്ലൂ എന്ന് പറയുന്നത്. ഈ ടവറാണ്. ടവർ യൂഷ്വലി പറയുന്നത് ഒരു 3 to 8 വീക്സിനുള്ളിൽ ഒരു ഷോക്കിംഗ് ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ട്രൂത്ത് റിവീല് അല്ലെങ്കിൽ ഒരു സഡൻ മൂവൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ടെന്നാണ് ഈ ടവർ പറയുന്നത്. അതായത് ഓവറോൾ ഒരു ടൈമിംഗ് എന്ന് പറയുന്നത് പെട്ടെന്ന് ഇമ്മീഡിയറ്റ് അല്ല, കാരണം ഇവിടെ ഹാങ്ഡ് മാൻ വന്നിട്ടുണ്ട്. പക്ഷേ ലോങ് ഡിലേയും ഇല്ല, കാരണം ഇവിടെ ചാരിയറ്റാണ് വന്നിരിക്കുന്നത്. അപ്രോക്സിമേറ്റ്ലി ഒരു 1 to 2 മന്ത്സിനുള്ളിൽ മേജർ ഷിഫ്റ്റ് ഉണ്ടാകും. സഡൻ ഡിസിഷൻ വരാൻ ചാൻസ് വളരെ കൂടുതലാണെന്നാണ് ടവർ പറയുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ റീഡിംഗ്. എൻ്റെ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.